സുഹൃത്തുക്കളെ, നമ്മളൊന്നേ സോളാറിൻ്റെ വർക്കിലുണ്ടോ. അപ്പോൾ സോളാറിൻ്റെ വർക്കിൽ നമ്മൾ പാനൽ ബോർഡൊക്കെ മേലെ സെറ്റിങ് കഴിഞ്ഞ്, അതുപോലെ സോളാർ ഇൻവെർട്ടർ, DC-DB, AC-DB ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എർത്തിൻ്റെ ഒരുവിധം എല്ലാ വർക്കും നമ്മൾ ഫിനിഷിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സോളാറിൻ്റെ എർത്തിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മൾ സോളാറിനെ എങ്ങനെ എർത്ത് കൊടുക്കുന്നത് വെച്ചിട്ട്. അപ്പോൾ സോളാറിന് നമ്മൾ കൊടുക്കുന്നത് 4 എർത്താണ് നമ്മൾ കൊടുക്കാറ്. ഒന്ന് ലൈറ്റിംഗ് അറസ്റ്ററിൻ്റെ എർത്ത്, അത് നമ്മൾ നേരെ പാനലിൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ട് അടിയിൽ എർത്ത് റോഡിൽ കൊടുത്ത് അവസാനിപ്പിക്കും. പിന്നെ ബാക്കി 3 എർത്ത് വരുന്നത് ഈ ബോർഡുകളിൽ നിന്നാണ്. നമ്മുടെ പാനൽ DC-DB, AC-DB അതുപോലെ സോളാർ ഇൻവെർട്ടർ, അതിൻ്റെ ബോഡി എർത്തുകളും കാര്യങ്ങളൊക്കെയാണ് 3 എർത്ത് വരുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മൾ പറയാം. ആദ്യത്തെ തന്നെ നമ്മൾ 2 എർത്ത് പഞ്ച് ഉണ്ടാവും, അതുപോലെ 3 സെപ്പറേറ്റ് കോപ്പർ കൊണ്ടായിട്ട് എർത്ത് റോഡിലേക്ക് കൊടുക്കും. നമ്മൾ എർത്ത് റോഡായിട്ടാണ് എർത്തിന് വേണ്ടി അടിക്കുന്നത് സോളാറിൻ്റെ വർക്കിന്. അപ്പോൾ അതിൽ തന്നെ വരുന്നത് 12 അല്ലെങ്കിൽ 10 കോപ്പർ വരും, പിന്നെ 2 എർത്ത് പഞ്ചും വരും. ഒരു എർത്ത് പഞ്ചിൽ 4 എർത്താണ് വരും. ഒരു ഇന്നും 3 ഔട്ടും വന്നിട്ടുണ്ട് ഈ ഒരു എർത്ത് പഞ്ചിൽ. അത് എന്തൊക്കെ വെച്ചാൽ ഒന്ന് ബോഡി എർത്ത്, നേരെ സോളാർ ഇൻവെർട്ടറിൻ്റെ ബോഡി എർത്ത്. പിന്നീട് വരുന്നത് നേരെ മേലെ സോളാറിൻ്റെ പാനലിൽ പിടിപ്പിച്ചിട്ടുള്ള GI പൈപ്പിൻ്റെ കൊടുത്തിട്ടുള്ള ഒരു എർത്താണ് പിന്നീട് ഇതിൽ വരുന്നത്. അപ്പോൾ 2 എർത്തായി. മൂന്നാമത് നമ്മൾ കൊടുക്കുന്നത് DC-DB ഉണ്ട്. DC-DB ഒരു എർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. അങ്ങനെ മൊത്തം ഔട്ട് അടക്കം 4 എർത്താണ് ഈ എർത്ത് പഞ്ചിൽ വരുന്നത്. അടുത്ത എർത്ത് പഞ്ചിൽ കറക്റ്റ് പറഞ്ഞ ഔട്ട് വരണുണ്ടാവുള്ളൂ. അത് നമ്മൾ സോളാർ ഇൻവെർട്ടറിലേക്കാണ്. അത് നമ്മൾ നേരിട്ട് തന്നെ കൊടുക്കണ കാരണം ഒറ്റ എർത്ത് മാത്രമേ നേരിട്ട് നമ്മൾ എർത്ത് കൊടുക്കണു. അത് വയർ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കൊടുക്കണം. പിൻ ടൈപ്പായ കാരണം നമുക്ക് അതിലേക്ക് വയർ കൊടുത്ത് കോപ്പർ കൊണ്ടിട്ട് നമ്മുടെ എർത്ത് റോഡിലേക്ക് കൊടുക്കണം. അപ്പോൾ അതിൽ 2 കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ AC-DBയിലേക്ക് കൊടുക്കുന്ന എർത്ത് നേരിട്ട് കോപ്പറ കൊടുക്കുക. അതായത് ഇതുപോലെ നേരിട്ട് നമ്മുടെ എർത്ത് റോഡിൽ നിന്ന് വരുന്ന കോപ്പർ ഇതിൻ്റെ ചാനലിൻ്റെ ഉള്ളിൽ സ്ലീവ് ഇട്ടിട്ട് നേരെ AC-DBക്ക് കൊണ്ടുപോയി കൊടുക്കും. എർത്ത് കൊടുക്കണില്ലെങ്കിൽ എർത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് 4 എർത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോളാറിൻ്റെ വർക്കിനെ എർത്തിങ് കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ.